ഇന്ന് വിഷംപ്രഖ്യയുടെ അവസാനമായപ്പോഴത്തേക്കും ജാസ്മിനും റസ്മിനും ആയിരുന്നു അവസാനം ഉണ്ടായിരുന്നല്ലേ. അപ്പൊ റസ്മിൻ ആണെങ്കിൽ ജാസ്മിന്റെ അടുത്ത് ഓടിപ്പോയിട്ട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. വേറൊന്നല്ല പറഞ്ഞേ, ഇപ്പൊ നീയാണ് ഔട്ട് ആവുന്നെങ്കിൽ നീ പോകണ്ട, ഞാൻ പൊക്കോളാം എന്നാണ് റസ്മിൻ അവിടെ പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഓൾറെഡി റസ്മിന് തന്നെ അറിയാം റസ്മിനാണ് ഔട്ട് ആവുന്നത്. ജാസ്മിൻ ഒരിക്കലും ഔട്ട് ആവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ശരിക്കും മനസ്സ് തെറ്റി പറഞ്ഞതാണോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് കേട്ടിട്ട്? എനിക്ക് എന്തോ അങ്ങനെ തോന്നിയില്ല. എന്തോ ഒരു പറയേണ്ട ഇതിൽ പറഞ്ഞ പോലെയാണ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അതിനുശേഷം റസ്മിനാണെങ്കിൽ അകത്തോട്ട് പോയ സമയത്ത് ജാസ്മിനും പുറകെ ഓടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ജാസ്മിനാണെങ്കിൽ ജാസ്മിന്റെ കയ്യിലെ ഒരു മോതിരം ഊരിയിട്ട് റസ്മിന് ഇട്ട് കൊടുക്കുന്നൊക്കെ കണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരുമ്പോഴും നിന്റെ കയ്യിൽ അത് കാണണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ജാസ്മിനും റസ്മിനും നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. തുടക്കം മുതലേ തന്നെ ജാസ്മിൻ, റസ്മി, ഗബ്രി എന്നൊരു കോംബോ ആയിരുന്നു ഉണ്ടായിരുന്നല്ലേ. അപ്പൊ ആ ഒരു കോംബോ തന്നെയാണ് ഇപ്പൊ റസ്മിൻ പുറത്താകാനുള്ള കാരണം. എന്തായാലും എന്തൊക്കെയായാലും റസ്മിൻ ഔട്ടായി. ഇനിയിപ്പോ റസ്മിൻ എന്നൊരു മത്സരാർത്ഥി ഗെയിമിലില്ല. അപ്പൊ ശരിക്കും ഇനി നമുക്ക് ആ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. റസ്മിനെ റസ്മിന്റെ വഴിക്ക് വിടുക. സൈബർ അറ്റാക്കുകളൊന്നും നേരിടാതിരിക്കട്ടെ. നല്ല രീതിയിൽ തന്നെ ഇനി മുൻപോട്ടുള്ള ജീവിതം നയിക്കാൻ കഴിയട്ടെ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. എന്തായാലും അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ നിലനിൽക്കാനുള്ള സാധ്യത. ജാസ്മിന്റെയും അതുപോലെ തന്നെ നോറ, പിന്നെ അപ്സര, ഇവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്തായാലും റസ്മിന് എപ്പോഴും കൂടെ ഉണ്ടാകും. ഗബ്രിയുടെ കാര്യം അറിയില്ല. എന്നിരുന്നാലും ഇവരുടെ മൂന്നുപേരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്തായാലും ഉണ്ടാവും. പിന്നെ ശ്രീതു, അർജുൻ, ഇത്രയും കാര്യങ്ങൾ എന്തായാലും റസ്മിന് കൂടെ ഉണ്ടാവും. റസ്മിന് അവിടെ വന്നിട്ട് ആകപ്പാടെ കിട്ടിയത് ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. അതെന്നും കൂടെ ഉണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം.